Dimension analysis in രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ടു ഡിറൈവ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡയമെൻഷനലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. ഇവിടെയും നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി നമുക്ക് ഓർമ്മയുണ്ട്. ഇഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഇസഡ് ഇസ് ആൻ ഇക്വേഷൻ, then dimension of LHS is equal to dimension of RHS. ഇവിടെ LHSൽ രണ്ട് ടേം ഉണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ദർ ഇസ് ആൻ അഡീഷൻ സിമ്പിൾ, അത് നമ്മൾ എടുക്കുന്നില്ല. ഡയമെൻഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വൈ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്, ദാറ്റ് ഇസ് ഇസഡ്. ദിസ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാമെന്ന് നോക്കാം. ഡിറൈവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു നോ ദ LHS ആൻഡ് ദ RHS. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ക്വാണ്ടിറ്റി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നമുക്ക് തന്നിരിക്കും. അതിൻ്റെ ഡയമെൻഷൻസും നമ്മൾ എഴുതാൻ അറിയണം. നോക്കാം. ഫോർ എക്സാമ്പിൾ, ദർ ഇസ് എ ക്വസ്റ്റ്യൻ. നോക്കൂ, ദ ഫോഴ്സ് F മൂവിങ് object, force F of a moving object depends on the mass m and acceleration a of the moving body. Obtain a relation for force. ഇതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടതുണ്ട്. obtain a relation for force എന്നാണ് പറഞ്ഞേക്കുന്നത്. that means the left hand side of our equation is F and നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകണം. it depends on, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു, ഇറ്റ് ഡിപ്പെൻസ് ഓൺ, റിലേറ്റഡ് ടു എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ടേംസ് ഉണ്ടാവും. ഡിപ്പെൻസ് അപ്പോൺ ടു പാരാമീറ്റേഴ്സ്, വൺ ഈസ് മാസ് ആൻഡ് ദ അതർ ക്വാണ്ടിറ്റി ഈസ് ആക്സിലറേഷൻ. ഈ രണ്ട് പാരാമീറ്റേഴ്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ യു ഹാവ് ടു പുട്ട് എ ഡിപ്പെൻസ് ഇൻ വെൽ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ക്വാണ്ടിറ്റി നോൺ ആസ് മാസ് ആൻഡ് ദ അതർ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ആക്സിലറേഷൻ. മാസിൻ്റെ സ്ക്വയർ ഉണ്ടോ, ആക്സിലറേഷൻ്റെ ക്യൂബ് ഉണ്ടോ, അല്ലെങ്കിൽ മാസിൻ്റെ റൂട്ടാണോ, അതിൻ്റെ പവർ എത്രയാണെന്ന് ഇറ്റ്സ് അൺനോൺ, നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് യു ഹാവ് ടു പുട്ട് എനി പാരാമീറ്റർ, ഏതെങ്കിലും രണ്ട് കോൺസ്റ്റൻസ് ഇട്ട് കൊടുക്കാം. സപ്പോസ് ഇറ്റ് ഇസ് എക്സ് ആൻഡ് വൈ, ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നു. എ ആൻഡ് ബി, ആൽഫ ആൻഡ് ബീറ്റ, എന്ത് വേണമെങ്കിലും നമുക്കിടാം. ഇവിടെ നമുക്ക് എയും ബിയും ഇടാൻ പറ്റില്ല, ബിക്കോസ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എ ആക്സിലറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതല്ലാത്ത വേറെ ഏത് ആൽഫബറ്റ്സ് വേണമെങ്കിലും നമുക്ക് പവറായിട്ട് ഇട്ട് കൊടുക്കാം. ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ എഴുതുന്ന മനസ്സിലായല്ലോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതുക, ഫൈൻഡ് എ റിലേഷൻ ഫോർ ഫോഴ്സ്, വിച്ച് മീൻസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് എഫ്, ഫോഴ്സ് ആണ്. ദെൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരാൻ വേണ്ടി ഡിപ്പെൻസ്, എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നോക്കുക. മാസിനെ ഉണ്ട്, ആക്സിലറേഷനെ ഉണ്ട്. സോ മാസിനെയും ആക്സിലറേഷനെയും റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എഴുതുന്നു. ആൻഡ് മാസിൻ്റെതും ആക്സിലറേഷൻ്റെയും പവർ നമുക്കറിയത്തില്ല. സോ ആ പവറിന് വേണ്ടി യു ഹാവ് ടു പുട്ട് ടു കോൺസ്റ്റൻസ് എക്സ് ആൻഡ് വൈ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റുക. ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ പ്രൊപ്പോർഷണാലിറ്റി വിത്ത് ആൻ ഈക്വൽ സൈൻ, നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് എ കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റിനെ കെ എന്ന് വിളിച്ചു, ബിക്കോസ് ഇവിടെ എങ്ങും കെ എന്ന് പറയുന്ന ഫാക്ടർ ഇല്ല. എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു മുകളിലത്തെ ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതുന്നു, എ റേസ് ടു വൈ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി നമ്മളിപ്പോൾ പഠിച്ചു. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇസ് ഈക്വൽ ടു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ എന്ന് നമ്മൾ പഠിച്ചു. സോ ഈ തിയറം, ഈ പ്രിൻസിപ്പിൾ നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ക്വാണ്ടിറ്റീസിനും കൊടുക്കണം, അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഫോഴ്സ്, അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ ടി റേസ് ടു -2. റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. വൺ ഈസ് മാസ് റേസ് ടു എക്സ് ആൻഡ് ആക്സിലറേഷൻ റേസ് ടു വൈ. ഫൈൻഡിങ് ദ dimensions of both the quantities. Mass raised to x, which means dimension of mass raised to x, and
acceleration raised to y, which means dimension of acceleration. What is the dimension of acceleration? lt raised to minus 2. അവിടെ പിന്നെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് എടുത്തില്ല, സാധാ ബ്രാക്കറ്റ് ആണ്, raised to y. lt raised to minus 2 raised to y can be written as, എങ്ങനെ എഴുതാം നമുക്ക്? lt raised to y നെ ഞാൻ ഒന്ന് മാറ്റി എഴുതുകയാണ്. ഈ y അകത്തേക്ക് കൊടുക്കുമ്പോൾ you get l raised to y t raised to minus 2y. Okay, this is equation number 3. ഈ കിട്ടിയ ഇക്വേഷനെ നമ്മുടെ ഇക്വേഷൻ നമ്പർ 2വിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കാം. ഫോഴ്സിന്റെ ഡയമെൻഷന് k കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇല്ല, മാസിന്റെ ഡയമെൻഷന് ആക്സിലറേഷന്റെ ഡയമെൻഷൻ ഇട്ട് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് m l t raised to minus 2 is equal to, തേർഡിൽ മാസ് m raised to x ആണ്, m raised to x l raised to y t raised to minus 2y. മുകളിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ഇക്വേഷൻ നമ്പർ 2. Then we have to equate the powers of m, l and t on both sides of the equation. എമ്മിൻ്റെയും എല്ലിൻ്റെയും ടിയുടെയും പവറുകളെ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം രണ്ട് സൈഡിൽ. അപ്പോൾ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേറ്റിംഗ് എന്തിൻ്റെയൊക്കെ പവറാണ്? ക്യാപിറ്റൽ എം, ക്യാപിറ്റൽ എൽ ആൻഡ് ക്യാപിറ്റൽ ടി. എം എൽ ടിയുടെ പവറുകളാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? പവർ ഒരു മുകളിൽ കിടക്കുന്ന എക്സ്പോണന്റ് വാല്യൂ ആണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് എഴുതി നോക്കാം. വാട്ട് വിൽ ബി ദ റിസൾട്ട്? ഇക്വേറ്റ് ചെയ്യുമ്പം എമ്മിൻ്റെ പവർ ആദ്യം നമുക്ക് എടുക്കാം. എമ്മിൻ്റെ പവർ ഇവിടെ എത്രയാണ്? വാട്ട് ഈസ് ദ പവർ ഓഫ് എം? ഹിയർ ഇറ്റ് ഈസ് 1. വാട്ട് ഈസ് ദ പവർ ഹിയർ? എക്സ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 1. ശരിയല്ലേ? ഇനി ഇവിടെ വൈ, എല്ലിൻ്റെ പവർ വൈ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് value of the power in left hand side? L in the power endana? That is 1. Y is equal to 1. The third one, T, equating the power of T. Right hand side it is minus 2y. What is in the LHS? Minus 2. Minus 2y is equal to minus 2, which means y is equal to 1. Minus minus 4. So you get x is equal to 1, y is equal to 1. Equation number 4. X in the value kitti, y യുടെ value kitti. Substituting the values of x and y in equation number 2. F is equal to k m raised to x a raised to y എന്നുള്ളതിൽ നമ്മൾ substitute ചെയ്യും. That is substituting equation number 4 in equation number 2. 2 substitute it. F is equal to a constant into m raised to x in the value 1, a raised to y at a value 1. Or you can write F is equal to k into m a, m raised to 1, a raised to 1. നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ അല്ലേ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ഇക്വേഷൻ ആണ്. വിച്ച് മീൻസ് ദ വാല്യൂ ഓഫ് കോൺസ്റ്റന്റ് കെ ഇസ് ഈക്വൽ ടു 1. ഇങ്ങനെയാണ് നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അപ്പം ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇക്വേഷന്റെ ഡിപ്പെൻഡൻസ് എഴുതുക. ദാറ്റ് ഇസ് പ്രൊപ്പോർഷണാലിറ്റി സിംബൽ വെച്ച് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും തന്നിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എഴുതുക. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ഇടുക, കോൺസ്റ്റന്റ് ഇടുക. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നെക്സ്റ്റ് സ്റ്റെപ്പ്, തന്നിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ എല്ലാം ഡയമെൻഷൻ വിത്ത് ദ പവർ ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 3. ആ ഇട്ട വാല്യൂസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. Then you get
പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സും വൈയുടെയും വാല്യൂ അല്ലെങ്കിൽ പവറിൻ്റെ വാല്യൂ കിട്ടും. ആ പവറിൻ്റെ വാല്യൂ നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ദ റിലേഷൻ. ഓക്കെ.